ഫ്രണ്ട്സ്, നമ്മൾ മാർജിനൽ കോസ്റ്റിംഗിൽ, അതായത് നമ്മുടെ ഫസ്റ്റ് ഏരിയയിലെ CVP അനാലിസിസിൻ്റെ ബേസിക്സും ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കീ ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടർ എന്നൊക്കെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മിക്സ് ഡെസിഷൻ ഇങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. നിങ്ങൾ ഇൻ്റർമീഡിയറ്റിൽ പഠിച്ചിട്ടുണ്ട്, സെയിം ടോപ്പിക്കാണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും. ഫൈനൽ ലെവലിൽ SCMലെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. ഇൻ്റർമീഡിയറ്റ് നമ്മൾ പഠിച്ച സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല. ഇൻ്ററിൽ പഠിച്ച ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് കീ ഫാക്ടർ അനാലിസിസ് എന്നുള്ളത് ഞാനൊന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഇൻ്ററിൽ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനൊന്നും കൂടി ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ കമ്പനിയിൽ ഈ ഒരു വർഷത്തിൽ ടോട്ടൽ അവൈലബിൾ അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55,000 അവേഴ്സാണ്. എക്സാമ്പിളാണ്. എത്രയാണ്? 55,000 അവേഴ്സാണ് നമ്മുടെ കമ്പനിയിൽ ടോട്ടൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന അവേഴ്സ്. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വർഷത്തിൽ 55,000 മണിക്കൂർ മാത്രമേ നമ്മളെ കമ്പനി റൺ ചെയ്യുള്ളൂ. അത്രയും ലേബർ അവേഴ്സ് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. 55,000 അവേഴ്സ് കഴിയുന്നതോടുകൂടെ ഈ വർഷത്തെ എൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവും. അതിൽ കൂടുതൽ അവേഴ്സ് എനിക്ക് കൺസ്യൂം ചെയ്യൽ പോസിബിൾ അല്ല. അതാണ് മീനിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പാസിറ്റി. ഓക്കെ, ഇനി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് 3 ടൈപ്പ് പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റ് A, പ്രൊഡക്റ്റ് B, പ്രൊഡക്റ്റ് C. ഇങ്ങനെ 3 ടൈപ്പ് പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയുള്ള ഡാറ്റാസ് നമുക്കൊരു എക്സാമ്പിൾ പറയാം. ലേബർ അവേഴ്സ് ഫോർ എ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 3 മണിക്കൂറാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. B എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 4 മണിക്കൂർ ആവശ്യമുണ്ട്. C ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 2 മണിക്കൂർ ആവശ്യമുണ്ട്. ഇത്രയും അവേഴ്സാണ് ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മൾക്ക് ആവശ്യമുള്ളത്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഡിമാൻഡ് നോക്കിയേ. മാർക്കറ്റിൽ എത്ര യൂണിറ്റിന് ഡിമാൻഡ് ഉണ്ട്? 10,000 യൂണിറ്റിന് ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, ഒരു 10,000 യൂണിറ്റൊക്കെ ഈ വർഷം എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അത്രയും ഡിമാൻഡ് മാർക്കറ്റിലുണ്ട്. B ആണെങ്കിലോ 5,000 യൂണിറ്റ് സെയിൽ ചെയ്യാനുള്ള ഡിമാൻഡാണ് മാർക്കറ്റിലുള്ളത്. C ആണെങ്കിൽ 7,000 യൂണിറ്റ് സെയിൽ ചെയ്യാനുള്ള ഡിമാൻഡ് മാർക്കറ്റിലുണ്ട്. ദാറ്റ് മീൻസ് ഇത്രയും യൂണിറ്റ് നമുക്ക് മാർക്കറ്റിൽ സെയിൽ ചെയ്യൽ പോസിബിൾ ആണ്. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര അവേഴ്സ് വേണ്ടി വരും മക്കളെ? ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മണിക്കൂർ ആവശ്യമുണ്ട്. അങ്ങനെ എത്ര യൂണിറ്റ് ആണ് നമുക്ക് മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റുക? 10,000 യൂണിറ്റ് സെയിൽ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് 10,000 യൂണിറ്റ് ഇൻറ്റു 3 അവർ, 30,000 അവേഴ്സ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന 10,000 യൂണിറ്റ് എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇനി B നോക്കിയേ. 5,000 യൂണിറ്റ് ആണ് മാർക്കറ്റ് ഡിമാൻഡ്. ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും 4 അവേഴ്സാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് അല്ലേ? അപ്പോൾ 5,000 യൂണിറ്റ് ഇൻറ്റു 4 അവർ, ദാറ്റ് മീൻസ് 20,000 അവേഴ്സാണ് ബിക്ക് ആവശ്യമുള്ളത്. എങ്ങനെയാണെങ്കിൽ B 5,000 യൂണിറ്റ് മുഴുവനായിട്ടും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് 100% സെയിൽസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ 20,000 അവേഴ്സാണ് ബിക്ക് ആവശ്യമുള്ളത്. നെക്സ്റ്റ് സി മാർക്കറ്റിൽ എത്ര യൂണിറ്റിനാണ് ഡിമാൻഡ് ഉള്ളത് മക്കളെ? 7,000 യൂണിറ്റിനാണ് ഡിമാൻഡ് ഉള്ളത്. ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും 2 അവേഴ്സാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ 7,000 ഇൻറ്റു 2, 14,000 അവേഴ്സാണ് ഫോർ സിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ എയും ബിയും സിയും 100% അവരുടെ ഡിമാൻഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ടോട്ടൽ എത്ര അവേഴ്സ് ആവശ്യമുണ്ട്? നോക്കിയേടാ, എക്ക് ആവശ്യമുള്ളത് 30,000 അവേഴ്സ് അല്ലേ? ബിക്ക് ആവശ്യമുള്ളത് 20,000 അവേഴ്സ് അല്ലേ? സിക്ക് ആവശ്യമുള്ളത് 14,000 അവേഴ്സ് അല്ലേ? യെസ്. അപ്പോൾ 30,000 പ്ലസ് 20,000 പ്ലസ് 14,000, 64,000 അവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന 10,000ഉം 5,000ഉം 7,000ഉം യൂണിറ്റൊക്കെ നമ്മൾക്ക് എയും ബിയും സിയും വിൽക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും അവേഴ്സ് നമ്മൾക്ക് ആവശ്യമുണ്ട്, റിക്വയർമെൻ്റ് ഉണ്ട്. എത്ര അവേഴ്സ് റിക്വയർമെൻ്റ് ഉള്ളത്? 64,000 അവേഴ്സ്. പക്ഷേ നമ്മളെ കയ്യിൽ എത്ര അവേഴ്സേ മക്കളേ ഉള്ളൂ? നമ്മളെ കയ്യിൽ ആകെ 55,000 അവേഴ്സ് അല്ലേ ഉള്ളൂ. യെസ്. അപ്പോൾ നമ്മൾക്ക് അവേഴ്സ് കുറവാണ്. 64,000 അവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന യൂണിറ്റ്സ് എനിക്ക് മാർക്കറ്റിലേക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ കയ്യിൽ എത്ര അവേഴ്സേ ഉള്ളൂ? 55,000 അവേഴ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യടാ? എയും ബിയും സിയും മുഴുവനായിട്ടും എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യൽ പോസിബിൾ അല്ലല്ലോ. പോസിബിൾ അല്ല. കാരണം അത് പോസിബിൾ ആവണമെങ്കിൽ എൻ്റെ അവേഴ്സ് 64,000 ആയിരിക്കണം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇതിലേതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഞാൻ എന്ത് ചെയ്യണം? സാക്രിഫൈസ് ചെയ്യണം, ഞാൻ ഒഴിവാക്കണം. അവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റുകളെ ഒഴിവാക്കുക? ആണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്, അതുകൊണ്ട് അങ്ങ് ഒഴിവാക്കാം. അല്ലെങ്കിൽ C കാണാനൊരു രസമില്ല, അതുകൊണ്ട് C അങ്ങ് ഒഴിവാക്കാം. ഇങ്ങനെയാണ് ഡിസിഷൻ എടുക്കുക.
നമ്മൾ ബിസിനസ് നടത്തുന്ന ബിസിനസ് ഓണേഴ്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്. നമ്മൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അതിനൊരു റീസൺ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് നമ്മൾ ആ ഡിസിഷൻ എടുക്കുക? എടാ, ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ റൺ ചെയ്യുമ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? നമ്മുടെ ഒക്കെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണം. അതിനാണ് നമ്മൾ ബിസിനസ് നടത്തുന്നത്. എന്താണ്? പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾക്ക് ഇവിടെ ഏതോ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സാക്രിഫൈസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞല്ലോ. അത് ഒഴിവാക്കുന്ന ഡിസിഷൻ എടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ട കാര്യം, എനിക്ക് എങ്ങനെയാണ് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക? ഇതാണ് എപ്പോഴും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ മിനിമം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, എയും ബിയും സിയൊക്കെ വിൽക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ, പ്രോഫിറ്റ് ഉണ്ടാവും. അതിൽ ഏറ്റവും ലീസ്റ്റ് പ്രോഫിറ്റ് തരുന്ന ആൾ ആരാണോ അയാളങ്ങ് ഒഴിവാക്കിയാൽ മതി. എങ്ങനെ മക്കളെ? എയും ബിയും സിയും ഞാൻ മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെ കുറച്ച് പ്രോഫിറ്റ് തരുന്ന ആളാരാണോ ആ പ്രൊഡക്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു. മോസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്ന ആളെ ഞാൻ ഒഴിവാക്കാൻ പാടുണ്ടോ? ഒഴിവാക്കാൻ പാടില്ല. അയാളെ ഞാൻ കീപ്പ് ചെയ്യണം. അയാൾ ഓരോ സമയത്തും എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് തരുന്ന ആശാനാണ്. അഗ്രി ഓർ നോട്ട്? അഗ്രി. സോ എങ്ങനെയാണ് ആ ഡിസിഷനിലേക്ക് എത്തുക? അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾക്ക് ഇവിടെ ഈ പറയുന്ന 10,000-ഉം 5,000-ഉം 7,000-ഒക്കെ വിൽക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അത്രയും പ്രൊഡക്റ്റ് വിൽക്കാനുള്ള ഡിമാൻഡ് എൻ്റെ മാർക്കറ്റിലുണ്ട്. ഇനി റോ മെറ്റീരിയൽ കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇല്ല. അൺലിമിറ്റഡ് ആയിട്ട് എനിക്ക് റോ മെറ്റീരിയൽ കിട്ടും. ക്യാഷിന് വല്ല കുറവ് എൻ്റെ കയ്യിലുണ്ടോ? അതുമില്ല. ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട്. എന്താണ് എൻ്റെ ലിമിറ്റ്? എനിക്ക് എന്താണ് ഇവിടെ പ്രശ്നമുള്ളത്? കൺസ്ട്രെയിൻ ആയത് എന്താണ്? അവേഴ്സാണ്. എന്തുണ്ടായിട്ടും കാര്യമില്ല. ആകെ 55,000 അവേഴ്സ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ബിസിനസ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ആകെ 55,000 അവേഴ്സാണ് എൻ്റെ മുമ്പിലുള്ളത്. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം എൻ്റെ ബിസിനസ് റൺ ചെയ്യേണ്ടത്. അതെന്തുകൊണ്ടാണ് മക്കളെ? എടാ, ആകെ 55,000 അവേഴ്സ് എനിക്ക് ബിസിനസ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും മണിക്കൂർ മാത്രമേ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായിരിക്കണം എൻ്റെ എയിം? ഈ 55,000 മണിക്കൂറിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും എൻ്റെ പ്രോഫിറ്റ് ഏറ്റവും മാക്സിമം ആയിരിക്കണം. പ്രോഫിറ്റ് പെർ അവർ ഏറ്റവും മാക്സിമം ആയിരിക്കണം. അതിൻ്റെ റീസൺ എന്താണ്? ഇവിടെ അവേഴ്സാണ് ലിമിറ്റ്. ബാക്കിയൊക്കെ എനിക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് അതൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ ഏറ്റവും കുറവുള്ളത്, അല്ലെങ്കിൽ എനിക്കിവിടെ കൺസ്ട്രെയിൻ ആയത് അവേഴ്സാണ്. അതുകൊണ്ട് ഓരോ മണിക്കൂറിലും എൻ്റെ പ്രോഫിറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എവിടെയാണോ ആ പ്രൊഡക്റ്റാണ് ഞാൻ സെയിൽ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? യെസ്, അത് മൈൻഡിൽ വെക്ക്. ഇനി ഒരു ഡാറ്റയും കൂടെ നമുക്ക് അഡീഷണലി ജോയിൻ ചെയ്യാം. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഒരു യൂണിറ്റ് വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 20 റുപ്പീസ് കോൺട്രിബ്യൂഷൻ കിട്ടും. ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞത് എന്താണ്? ഒരു യൂണിറ്റ് വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 20 റുപ്പീസ് കോൺട്രിബ്യൂഷൻ കിട്ടും. ബി ഒരു യൂണിറ്റ് വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 40 റുപ്പീസ് കോൺട്രിബ്യൂഷൻ കിട്ടും. ഓരോ യൂണിറ്റിൻ്റെ കോൺട്രിബ്യൂഷനെ പറയുന്നത് കേട്ടോ. സി ഒരു യൂണിറ്റ് വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 25 റുപ്പീസ് കോൺട്രിബ്യൂഷൻ കിട്ടും. ഓക്കെ അല്ലേ? എടാ, ഇപ്പോഴും നിങ്ങൾക്ക് ഡെസിഷൻ എടുക്കാൻ പറ്റുമോ? നോക്കിയേ, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ തരുന്നത് ഏതാശാനാണ്? ബി അല്ലടാ കോൺട്രിബ്യൂഷൻ തരുന്നത്. 40 റുപ്പീസാണ് ബി നമ്മൾക്ക് തരുന്ന കോൺട്രിബ്യൂഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. എന്ന് കരുതി നമ്മൾ ബി ആണോ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? കാരണം ആളല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ തരുന്നത്. യെസ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ നിങ്ങൾ ഡെസിഷൻ എടുക്കരുത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ യൂണിറ്റ്സ് സെയിൽ ചെയ്യുന്നതിലല്ല ലിമിറ്റിംഗ് ഫാക്ടർ ഉള്ളത്. നമ്മൾക്ക് കൺസ്ട്രെയിൻ ഇവിടെ യൂണിറ്റ് സെയിൽ ചെയ്യുന്ന ക്വാണ്ടിറ്റിക്കല്ല. നമ്മുടെ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവേഴ്സാണ്. ആകെ 55,000 അവേഴ്സ് മാത്രമേ നമ്മൾ കയ്യിലുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ശ്രദ്ധിക്കേണ്ടത്? എല്ലാ സമയത്തും ആകെ 55,000 മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് ഓരോ മണിക്കൂറിലും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്നത് ഏത് പ്രൊഡക്റ്റാണോ അതാണ് ഞാൻ സെയിൽ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കോൺട്രിബ്യൂഷൻ പെർ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്തിനാ? ഓരോ മണിക്കൂറിലും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ തരുന്ന ആശാൻ ആരാണോ അവരെയാണ് ഞാൻ കൂടുതൽ മോട്ടീവ് ചെയ്യേണ്ടത്. ആ പ്രൊഡക്റ്റാണ് ഞാൻ കൂടുതൽ സെയിൽ ചെയ്യേണ്ടത്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. സോ നോക്കിയേ, എന്നെ സംബന്ധിച്ചോളം ഒരു യൂണിറ്റ് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് 20 റുപ്പീസ് കോൺട്രിബ്യൂഷൻ കിട്ടും. അത് ഒരു യൂണിറ്റ് വിറ്റാലല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിന് എത്ര കോൺട്രിബ്യൂഷൻ കിട്ടും? വെരി സിമ്പിൾ. എടാ, ഈ 20 റുപ്പീസ് കിട്ടണമെങ്കിൽ ഞാൻ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം? 3 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടേ? ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടില്ലേ? ഈ 3 മണിക്കൂർ വർക്ക് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന 20 റുപ്പീസ് എനിക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിന് എത്ര കിട്ടുക? 20 റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂറിനാണ്, ഡിവൈഡഡ് ബൈ 3 അവേഴ്സ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒരു മണിക്കൂറിൻ്റെ കോൺട്രിബ്യൂഷൻ കിട്ടി 6.67 റുപ്പീസ്. എന്താ അതിൻ്റെ മീനിങ്? പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓരോ മണിക്കൂറിലും നിങ്ങൾക്ക് 6.67 റുപ്പീസ് കോൺട്രിബ്യൂഷൻ പെർ അവർ കിട്ടിയിരിക്കും.
അഗ്രി? ഓരോ മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഓരോ മണിക്കൂറിന് 6.667 റുപ്പീസ് നിങ്ങൾക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. ഇനി ബി നോക്കിയേ, നിങ്ങൾ പറഞ്ഞല്ലോ ബി ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് 40 റുപ്പീസ് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. ഇത് എത്ര മണിക്കൂറിനാ? 4 മണിക്കൂർ വേണടാ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിന് എത്ര കിട്ടുക? 40 റുപ്പീസ് ഡിവൈഡഡ് ബൈ 4 അവർ, 10 റുപ്പീസാണ് പെർ അവർ നമുക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ. ദാറ്റ് മീൻസ് ഓരോ മണിക്കൂർ നിങ്ങൾ ബി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 10 റുപ്പീസ് ഇങ്ങനെ കോൺട്രിബ്യൂഷൻ കിട്ടിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് നമുക്ക് സി കാൽക്കുലേറ്റ് ചെയ്യാം. 25 റുപ്പീസ് അല്ലേ കോൺട്രിബ്യൂഷൻ ഒരു യൂണിറ്റിന് കിട്ടുന്നത്? എത്ര മണിക്കൂർ കൊണ്ടാണ് നമുക്കത് കിട്ടുക? 2 അവേഴ്സ് കൊണ്ടാണ് കിട്ടുക. 2 മണിക്കൂർ മതി സി ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിന് എത്ര ആയിരിക്കും ഇവിടെ? 25 ഡിവൈഡഡ് ബൈ 2 അവർ, 12.5 റുപ്പീസാണ് സി കിട്ടുന്ന ഓരോ മണിക്കൂറിലെ കോൺട്രിബ്യൂഷൻ. ഇനി ഒന്ന് പറഞ്ഞു തന്നേടാ, ഏതിനാണ് നമ്മൾ റാങ്ക് ഫസ്റ്റ് കൊടുക്കുക, ഏതിനാണ് റാങ്ക് 2 കൊടുക്കുക? നോക്കിയേ, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ പെർ അവർ തരുന്നത് ആരാണ്? സി അല്ലേ, 12.5 റുപ്പീസ് അല്ലേ? രണ്ടാമത് ബി ആണ്, ഓരോ മണിക്കൂറിനും 10 റുപ്പീസാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ തരുന്നത്. മൂന്നാമത് എ ആണ്, 6.667 റുപ്പീസാണ് ഓരോ മണിക്കൂറിലും നമുക്ക് കോൺട്രിബ്യൂഷൻ തരുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, എടാ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നോക്കുമ്പോൾ ബി അല്ലേ നമ്മൾക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അല്ലേ? പക്ഷേ റാങ്ക് 1 വന്നത് ബിക്കാണോ? അല്ല, സിക്കാണ്. എന്തായിരിക്കും റീസൺ? എടാ ഈ 40 രൂപ കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് എത്ര മണിക്കൂറിനാണ്? 4 മണിക്കൂറിനാണ്. അങ്ങനെ ആകുമ്പോൾ ഒരു മണിക്കൂറിന് എനിക്ക് 10 രൂപയെ കിട്ടുള്ളൂ. പക്ഷെ സി നോക്കിയേ, 25 റുപ്പീസ് മാത്രമേ ഓരോ യൂണിറ്റിനും കോൺട്രിബ്യൂഷൻ കിട്ടുന്നുള്ളൂ. കമ്പാരിറ്റീവ്ലി കുറവാണ് ബീനെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഈ 25 റുപ്പീസ് എത്ര മണിക്കൂർ കൊണ്ട് കിട്ടും? ജസ്റ്റ് 2 അവേഴ്സ് കൊണ്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എത്ര രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? 12.5 റുപ്പീസ് കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. എന്തിനാണ് മക്കളെ നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ അവർ കാൽക്കുലേറ്റ് ചെയ്തത്? നമ്മളെ സംബന്ധിച്ചോളം ലിമിറ്റിംഗ് ഫാക്ടർ ഇവിടെ അവേഴ്സാണ്. ആകെ കുറഞ്ഞ അവേഴ്സ് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. അപ്പോൾ ഓരോ മണിക്കൂറിലും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കിട്ടണം. ഇതാണ് നമ്മുടെ എയിം. ഓക്കെ അല്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ കോൺട്രിബ്യൂഷൻ എടുത്തത്? പ്രോഫിറ്റ് അല്ലേ സാർ എടുക്കേണ്ടത്? എടാ ഫിക്സഡ് കോസ്റ്റ് എല്ലാ കേസിലും സെയിം അല്ലേ? അപ്പോൾ അതിന് വല്ല ഇഫക്റ്റും ഉണ്ടോ? ഒരു എഫക്റ്റും ഇല്ല. സോ അത് നമ്മൾ ഇഗ്നോർ ചെയ്തു. ക്ലിയർ? യെസ്. ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായി എ ആണ് നമ്മൾക്ക് ഏറ്റവും ലീസ്റ്റ് പ്രോഫിറ്റ് തരുന്നത്, സി ആണ് നമ്മൾക്ക് ഏറ്റവും മോസ്റ്റ് പ്രോഫിറ്റ് തരുന്നത്. അപ്പോൾ എന്ത് റിസ്ക് എടുത്തും ഞാൻ സി പ്രൊഡ്യൂസ് ചെയ്യണം. കാരണം സി ഓരോ മണിക്കൂറിലും എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് തരുന്ന ആളാണ്. ഇതല്ലേ നമ്മളെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്. സോ നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന 55,000 അവേഴ്സിന് ഞാൻ ഇവർക്ക് 3 പേർക്കും വീതം വെച്ച് കൊടുക്കുക? ഇതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അലോക്കേഷൻ. ടോട്ടൽ അവൈലബിൾ അവേഴ്സ് എൻ്റെ കയ്യിൽ എത്ര മണിക്കൂറുണ്ട് മക്കളെ? 55,000 മണിക്കൂറല്ലേ ഉള്ളത്? യെസ്. ഞാൻ ആർക്കാണ് ഫസ്റ്റ് ഞാൻ അലോക്കേറ്റ് ചെയ്യേണ്ടത്? റാങ്ക് 1-നല്ലേ ഫസ്റ്റ് അലോക്കേറ്റ് ചെയ്യേണ്ടത്. കാരണം എന്താ? ഓരോ മണിക്കൂറിലും റാങ്ക് 1 ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്നത്. സോ ഞാൻ സിക്കാണ് ഞാൻ ഫസ്റ്റ് അലോക്കേറ്റ് ചെയ്യേണ്ടത്. സി എത്ര യൂണിറ്റ് ആണ് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത്? 7,000 യൂണിറ്റ് വരെ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഞാൻ 7,000 യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്യണം. കാരണം എന്താ? ഈ ചങ്ങാതിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്നത് അല്ലേ? സോ 7,000 യൂണിറ്റ് ആണ് ഡിമാൻഡ്. ഓരോ യൂണിറ്റിനും 2 അവേഴ്സാണ് നമ്മൾക്ക് റിക്വയർമെൻ്റ് ഉള്ളത്. സോ 7,000 ഇൻറ്റു 2 14,000 അവേഴ്സാണ് സിക്കും വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടത്. സോ അത് ഞാൻ ആദ്യം അങ്ങ് അലോക്കേറ്റ് ചെയ്യുന്നു. റാങ്ക് 1 ആയിട്ടുള്ള സിക്ക് 7,000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇൻറ്റു ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും 2 അവേഴ്സാണ് ആവശ്യമുള്ളത്. ദാറ്റ് മീൻസ് 14,000 അവേഴ്സാണ് റാങ്ക് 1-ന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നത് അല്ലേ? ഇനി രണ്ടാമത്, അപ്പോൾ 55,000 അവേഴ്സ് ടോട്ടൽ ഉണ്ടായിരുന്നു, അതിൽ 14,000 അവേഴ്സ് കുറഞ്ഞു. ഇനിയും ബാലൻസ് അവേഴ്സ് ഉണ്ടല്ലോ. യെസ്. അതുകൊണ്ട് അത് ഞാൻ എന്ത് ചെയ്യുന്നു? റാങ്ക് 2-ന് അലോക്കേറ്റ് ചെയ്യുന്നു. റാങ്ക് 2 ആരാണ്? റാങ്ക് 2 ബി ആണ്. ബി എത്ര യൂണിറ്റ് ആണ് മക്കളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 20,000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ 20,000 ഇൻറ്റു ഓരോ യൂണിറ്റിനും 4 മണിക്കൂർ വീതം വേണം. അപ്പോൾ 20,000 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എനിക്ക് ബിക്ക് ആവശ്യമുള്ള അവേഴ്സ് കിട്ടും. 20,000 അല്ല, 5,000 ആണ് കേട്ടോ. യെസ്, 5,000 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി 20,000 അവേഴ്സാണ് നമ്മൾക്ക് ബിക്ക് ആവശ്യമുള്ളത്. സോ ഞാൻ 5,000 യൂണിറ്റ് ഇൻറ്റു 4 അവേഴ്സ് 20,000 യൂണിറ്റ് ഞാൻ ബിക്കും കൊടുത്തു അല്ലേ? ഇപ്പോൾ 14,000 അവേഴ്സ് ഞാൻ റാങ്ക് 1 ആയിട്ടുള്ള സിക്കും കൊടുത്തു.
20,000 അവേഴ്സ് ഞാൻ റാങ്ക് 2 ആയിട്ടുള്ള ബിക്കും കൊടുത്തു. എത്ര അവേഴ്സ് കഴിഞ്ഞു? 20 + 14 34,000 അവേഴ്സ് നമ്മളത് കംപ്ലീറ്റ് ആയി അല്ലേ? 34,000 അവേഴ്സ് നമ്മൾ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് സിക്കും ബിക്കും കൊടുത്തു. ഇനി എത്ര അവേഴ്സാണ് ബാക്കി ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും ഇനി ബാലൻസ് ഉള്ളത് 21,000 അവേഴ്സാണ്. ഓക്കെ, അത്രയും അവേഴ്സ് ബാലൻസ് ഉണ്ട്. ഇനി നമ്മൾ ആർക്കാണ് അലോക്കേറ്റ് ചെയ്യാനുള്ളത്? റാങ്ക് 3 ആയിട്ടുള്ള നെക്സ്റ്റ് റാങ്ക് ആയിട്ടുള്ള എക്കാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്. എക്ക് ആക്ച്വലി എത്ര അവേഴ്സ് വേണടാ? 10,000 × 3 ടോട്ടൽ 30,000 അവേഴ്സ് അല്ലേ എക്ക് ആവശ്യമുള്ളത് 100% കപ്പാസിറ്റിയും യൂസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ നമ്മളെ കയ്യിൽ എത്ര അവേഴ്സേ ഉള്ളൂ? ബാലൻസ് 21,000 അവേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? 55,000 14,000 20,000 കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് 21,000 അവേഴ്സേ ഉള്ളൂ. പക്ഷെ എത്ര അവേഴ്സാണ് ആവശ്യമുള്ളത്? എക്ക് 30,000 അവേഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ആ പറയുന്ന ഫുൾ ക്വാണ്ടിറ്റിയും നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്യൽ പോസിബിൾ അല്ലല്ലോ. ഈ 10,000 യൂണിറ്റ് മുഴുവനായിട്ടും പ്രൊഡ്യൂസ് ചെയ്യൽ പോസിബിൾ അല്ല. കാരണം 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 30,000 അവേഴ്സ് വേണം. എൻ്റെ കയ്യിലാകെ 21,000 അവേഴ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനി റിവൈസ് കാൽക്കുലേഷൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ 21,000 അവേഴ്സ് കൊണ്ട് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഇത് നമ്മളൊന്ന് റിവൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. വെരി സിമ്പിൾ. റാങ്ക് 3A ആകെ നമ്മളെ കയ്യിൽ ഇനി അവൈലബിൾ ആയിരിക്കുന്ന അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21,000 അവേഴ്സാണ് അല്ലേ? യെസ്. ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും എത്ര അവേഴ്സ് ആവശ്യമുണ്ട്? 3 മണിക്കൂർ ആവശ്യമുണ്ട്. സോ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എനിക്ക് മനസ്സിലായി 7,000 യൂണിറ്റാണ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. അതെങ്ങനെ മക്കളെ മനസ്സിലായത്? 21,000 അവേഴ്സാണ് ഇനി അവൈലബിൾ അവേഴ്സ് ഉള്ളത് അല്ലേ? ഈ 21,000 അവേഴ്സ് കൊണ്ട് ഒരുപാട് യൂണിറ്റ്സ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും എത്ര അവേഴ്സ് വേണം? 3 മണിക്കൂർ വേണം. അപ്പോൾ ഈ 21,000 അവേഴ്സിൽ എത്ര 3 മണിക്കൂർ ഉണ്ടെന്ന് നോക്കിയാൽ പോരെ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് കിട്ടും. അപ്പോൾ എനിക്ക് മനസ്സിലായി 7,000 യൂണിറ്റാണ് റാങ്ക് 3 ആയിട്ടുള്ള എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി എത്ര യൂണിറ്റാണ് ഡിമാൻഡ്? 10,000 യൂണിറ്റ്. ഈ 10,000 യൂണിറ്റിൽ ജസ്റ്റ് 7,000 യൂണിറ്റ് മാത്രമേ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യൽ പോസിബിൾ ആവുള്ളൂ. ബാലൻസ് 3,000 യൂണിറ്റ് ഞാൻ ഇഗ്നോർ ചെയ്യണം. കാരണം എന്താ? എൻ്റെ അവേഴ്സ് ലിമിറ്റഡ് ആണ്, കൺസ്ട്രെയിൻ ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി പ്രൊഡക്റ്റ് മിക്സ് ഒന്ന് പറഞ്ഞെന്നേ. വെരി സിമ്പിൾ. എടാ എത്ര യൂണിറ്റാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്? 7,000 യൂണിറ്റ് അല്ലേ? അത്രയും യൂണിറ്റ് അല്ലേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്. ബി നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുഴുവൻ യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? 5,000 യൂണിറ്റ് മുഴുവനായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ബി ഈക്വൽ ടു 5,000 യൂണിറ്റ്. സി ഒക്കെ ഫസ്റ്റ് റാങ്ക് അല്ലേ? ആൾക്ക് നമ്മൾ മുഴുവനായിട്ടും കൊടുക്കുന്നില്ലേ? സോ സിക്ക് 7,000 യൂണിറ്റ് ആണ് ഡിമാൻഡ്. അത് മുഴുവനായിട്ടും നമ്മൾ അലോക്കേറ്റ് ചെയ്തു. ഓക്കെ ആണോ? ഇവിടെ സാക്രിഫൈസ് ചെയ്തത് എ മാത്രമാണ്. ഒരു 3,000 യൂണിറ്റ് ആണ് എ സാക്രിഫൈസ് ചെയ്തത്. 10,000 യൂണിറ്റ് ആയിരുന്നു ടോട്ടൽ ഡിമാൻഡ്. അതിൽ 7,000 യൂണിറ്റ് ആണ് എ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ബാലൻസ് 3,000 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്തു. അത് ഇഗ്നോർ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് മിക്സ്. ഇത്രയാണ് നമ്മുടെ ഡിമാൻഡ്. ആക്ച്വലി ഇത്രയും ഡിമാൻഡ് ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് അച്ചീവ് ചെയ്യൽ പോസിബിൾ അല്ല. നമ്മൾ അവേഴ്സ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ മോസ്റ്റ് പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ മനസ്സിലാക്കി ഈ പറയുന്ന പ്രൊഡക്റ്റ് മിക്സിൽ സെയിൽ ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക അല്ലേ? അത് നമ്മൾ റാങ്കിങ് ഒക്കെ ചെക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. സോ ഇതിനാണ് നമ്മൾ കീ ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത്. കീ ഫാക്ടർ ഇവിടെ എന്താണ് മക്കളെ? ഇവിടെ അവേഴ്സ് ആണ് കീ ഫാക്ടർ. ഇവിടെ കൺസ്ട്രെയിൻ ആയിട്ട് നിൽക്കുന്നത് അവേഴ്സാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഓരോ മണിക്കൂറിലും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്ന ആശാൻ ആരാണോ അവരെയാണ് ഞാൻ കൂടുതൽ മോട്ടീവ് ചെയ്യേണ്ടത്. അവരാണ് ഞാൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ലീസ്റ്റ് പ്രോഫിറ്റ് തരുന്ന ആൾ ഞാൻ എന്ത് ചെയ്യണം? എപ്പോഴും ഇഗ്നോർ ചെയ്യണം. ഓക്കെ അല്ലേ? ഇവിടെ അവേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ കോൺട്രിബ്യൂഷൻ പെർ അവർ കൺസിഡർ ചെയ്തത്. ഇനി ഫോർ എക്സാമ്പിൾ ഇവിടെ അവേഴ്സിന് പകരം റോ മെറ്റീരിയൽ ആണെന്ന് വെച്ചോ. റോ മെറ്റീരിയൽ 55,000 കിലോഗ്രാം മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? കോൺട്രിബ്യൂഷൻ പെർ അവറിന് പകരം കോൺട്രിബ്യൂഷൻ പെർ kg ചെയ്യണം. കാരണം എന്താ? ഇവിടെ റോ മെറ്റീരിയലാണ് ലിമിറ്റിംഗ് ഫാക്ടർ അല്ലേ? അപ്പോൾ ഓരോ കിലോഗ്രാം റോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന സമയത്തും എനിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കിട്ടണം. അതാണ് പിന്നെയുള്ള എയിം അല്ലേ? കോൺട്രിബ്യൂഷൻ നമുക്കിവിടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്താണ്? ആകെ 55,000 കിലോഗ്രാം റോ മെറ്റീരിയൽ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കേണ്ടത് ഓരോ കിലോഗ്രാം റോ മെറ്റീരിയൽ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടണം. ഇതാണ് എൻ്റെ എയിം. അപ്പോൾ ഞാനിവിടെ കോൺട്രിബ്യൂഷൻ പെർ കിലോഗ്രാം അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ പെർ റോ മെറ്റീരിയൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ബാക്കിയൊക്കെ സെയിം ആണ്. ഓക്കെ ആണോ? യെസ്. സോ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്തേ. ഫസ്റ്റ് ഏരിയ, then second.
സോ നമുക്ക് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് മിക്സ് ഡിസിഷനിലെ ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ. Domestic political trouble in the country of an overseas supplier is causing concern in your company because it is not known when further supplies of raw material X will be received. The current stock held of the particular raw material is 17,000 kilogram, which cost 1,36,000 rupees. Based on raw material X, your company make 5 different products and the expected demand for each of this for the next 3 months is given below together with other relevant information. അപ്പോൾ ഇവിടെ നമുക്ക് റോ മെറ്റീരിയൽ അവൈലബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. ഓൾറെഡി ഇനി നമുക്ക് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ അവൈലബിൾ അല്ല. കറൻ്റ്ലി എൻ്റെ കയ്യിൽ എത്ര റോ മെറ്റീരിയൽ ഉണ്ട്? 17,000 കിലോഗ്രാം ആണ് എൻ്റെ കയ്യിലുള്ള റോ മെറ്റീരിയൽ. അതിൻ്റെ വാല്യൂ 1,36,000 റുപ്പീസാണ്. അപ്പോൾ ഇവിടെ ലിമിറ്റിംഗ് ഫാക്ടർ ആയിരിക്കുന്നത് ക്വാണ്ടിറ്റിയാണ്, അതായത് റോ മെറ്റീരിയലാണ് അല്ലേ. നമ്മൾക്ക് ആകെ ഇത്ര കിലോഗ്രാം റോ മെറ്റീരിയൽ മാത്രമേ നമുക്ക് ഈ വർഷം അവൈലബിൾ ആവുള്ളൂ. ഈ വർഷമല്ല, 3 months. ഓക്കെ, ഫോർ ദ നെക്സ്റ്റ് 3 months എന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത 3 മാസത്തേക്ക് ഈ പറയുന്ന 17,000 കിലോഗ്രാം റോ മെറ്റീരിയൽ മാത്രമേ എനിക്ക് അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റിംഗ് ഫാക്ടർ എന്താണ്? റോ മെറ്റീരിയൽ ആണ്. അപ്പോൾ ഞാൻ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കോൺട്രിബ്യൂഷൻ പെർ കിലോഗ്രാം അല്ലേ. കാരണം എന്താ, ഓരോ കിലോഗ്രാം റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്നത് ആരാണോ അയാളാണ് ഞാൻ ഫസ്റ്റ് റാങ്ക് 1 കൊടുക്കേണ്ടത്. ഓക്കെ, സോ പ്രൊഡക്റ്റ് കോഡ് ഏതൊക്കെ പ്രൊഡക്റ്റുകളുണ്ട്? 701, 702, 821, 822, 937. ഇത്രയും പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കിലോഗ്രാം ഓഫ് റോ മെറ്റീരിയൽ എക്സ് പെർ യൂണിറ്റ് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. യെസ്, 701 ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 0.7 കിലോഗ്രാമാണ് നമുക്ക് റോ മെറ്റീരിയൽ ആവശ്യമുള്ളത്. അടുത്ത പ്രൊഡക്റ്റ് ആയിട്ടുള്ള 702 ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 0.5 കിലോഗ്രാമാണ് റോ മെറ്റീരിയൽ ആവശ്യമുള്ളത്. അങ്ങനെ ഓരോന്നിനും ആവശ്യമുള്ള റോ മെറ്റീരിയൽ കിലോഗ്രാം കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ലേബർ അവേഴ്സ് പെർ യൂണിറ്റ് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. 701 ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 1 hour ആണ് നമുക്ക് ലേബർ കോസ്റ്റ് ആവശ്യമുള്ളത്. 702 ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 0.8 hours ആണ് റോ മെറ്റീരിയൽ ആവശ്യമുള്ളത്. 821 ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 1.5 hours ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾക്ക് അവേഴ്സും ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്, ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സെയിൽ ചെയ്യുന്നതിൻ്റെ സെല്ലിംഗ് പ്രൈസും ഉണ്ട്. എക്സ്പെക്റ്റഡ് ഡിമാൻഡ് ഓവർ 3 months, നെക്സ്റ്റ് 3 മാസത്തേക്ക് ഓരോ യൂണിറ്റും എത്രയാണ് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. 8,000, 7,200, 9,000, 12,000, 10,000. ഇത്രയാണ് ഡിമാൻഡ് നമുക്ക് മാർക്കറ്റിലുള്ളത്. ഓക്കെ, ദ ഡയറക്റ്റ് വേജ് റേറ്റ് പെർ അവർ ഈസ് 5 rupees and production overhead is based on direct wage cost. So labor cost ഓരോ മണിക്കൂറിനും 5 rupees ആണ്. മാത്രമല്ല പ്രൊഡക്ഷൻ ഓവർഹെഡ് വേജസിൻ്റെ 100% ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പോൾ പ്രൊഡക്ഷൻ ഓവർഹെഡ് ഓരോ മണിക്കൂറിനും 5 രൂപയാണ് കോസ്റ്റ് വരിക അല്ലേ. രണ്ടും സെയിം ആണ്. ദ വേരിയബിൾ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ബീയിങ് 40% and the fixed overhead absorption rating is 60%. ദാറ്റ് മീൻസ് ഓരോ മണിക്കൂറിനും 5 രൂപയാണ് ലേബർ കോസ്റ്റ് വരിക എന്ന് പറഞ്ഞു. ഓരോ മണിക്കൂറിനും 5 രൂപയാണ് പ്രൊഡക്ഷൻ ഓവർഹെഡും വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 5 രൂപയിൽ 40% വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡ് ആണ്. ബാലൻസ് 60% ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് ആണ്. വേരിയബിൾ സെല്ലിംഗ് കോസ്റ്റ് ഇൻക്ലൂഡിംഗ് സെയിൽസ് കമ്മീഷൻ ആർ 15% ഓഫ് സെല്ലിംഗ് പ്രൈസ്. അതിന് പുറമെ വേരിയബിൾ സെല്ലിംഗ് ഓവർഹെഡ് നമ്മുടെ സെയിൽസ് പ്രൈസിൻ്റെ 15% ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ബജറ്റഡ് ഫിക്സഡ് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആർ 3 lakh rupees per annum. നേരത്തെ പറഞ്ഞത് വേരിയബിൾ സെല്ലിംഗ് കോസ്റ്റ് എന്നല്ലേ? യെസ്, ഇപ്പോൾ പറഞ്ഞത് ബജറ്റഡ് ഫിക്സഡ് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്നാണ് പറഞ്ഞത്. നേരത്തെ വേരിയബിൾ ആണ് പറഞ്ഞത്, ഇപ്പോൾ ഫിക്സഡ് ആണ്. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 3 lakh rupees per annum. ഒരു വർഷത്തേക്കാണ് 3 lakh rupees. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 3 മാസത്തേക്കല്ല മക്കളെ. 3 മാസത്തേക്കുള്ള ഡാറ്റ അല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. സോ നമ്മൾ 3 lakh rupees ഒരു വർഷത്തേക്കാണ്, നമ്മൾ അതിനെ 3 മാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അസ്യൂം ദാറ്റ് the fixed production overhead incurred will equal the absorbed figure. You are required to show that quantity of the raw material on hand out to be allocated to which product in order to maximize profit for the forthcoming 3 months. ഓക്കെ, 3 മാസത്തേക്ക് നമ്മൾ ഏതൊക്കെ പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രസന്റ് എ ബ്രീഫ് സ്റ്റേറ്റ്മെന്റ് ഷോവിങ് കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് for the forthcoming 3 months if your suggestion in A is adopted. നത്തിങ്, നമ്മൾ പ്രൊഡക്റ്റ് മിക്സ് കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ. ഏതൊക്കെ പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ശേഷം നമ്മളത് പ്രൂവ് ചെയ്ത് കൊടുക്കണം.
ഇങ്ങനെയൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് മിക്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര രൂപക്ക് പ്രോഫിറ്റ് കിട്ടും. അതിന് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയാൽ മതി, വേറൊന്നുമില്ല. കമൻറ്റ് ബ്രീഫ്ലി ഓൺ ദ അനാലിസിസ് യു യൂസർ ടു എയ്ഡ് ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് in A and give 3 other example of business problems where this type of analysis can be useful. Okay, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സ്വാഭാവികമായിട്ടും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് റാങ്കിങ് അല്ലേടാ, നമ്മളിവിടെ ആദ്യം ചെയ്തത് റാങ്കിങ് കാൽക്കുലേഷൻ അല്ലേ. സോ സ്വാഭാവികമായിട്ടും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് റാങ്കിങ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റാങ്കിങ്. അതിനു മുമ്പ് റോ മെറ്റീരിയൽ കോസ്റ്റ് പെർ കിലോഗ്രാം നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ പെർ കിലോഗ്രാം കൊടുത്തിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 1,36,000 രൂപയാണ് നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് കേട്ടോ, ലേബർ കോസ്റ്റ് അല്ല. 1,36,000 രൂപയാണ് നമുക്ക് ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ്. അത് എത്ര കിലോഗ്രാമിനാണ്? 17,000 കിലോഗ്രാമിനാണ്. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാമിന് എത്രയായിരിക്കും? 1,36,000 ഡിവൈഡഡ് ബൈ 17,000. ദാറ്റ് മീൻസ് 8 റുപ്പീസ് പെർ കിലോഗ്രാം ആണ് നമ്മൾക്ക് ഇൻകർ ആവുന്ന റോ മെറ്റീരിയൽ കോസ്റ്റ് പെർ കിലോ. ഓക്കെ, ജസ്റ്റ് അവിടെ നിൽക്കട്ടെ. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റാങ്കിങ്. ഏതൊക്കെ ടൈപ്പ് പ്രൊഡക്റ്റ് ആണ് നമുക്കുള്ളത്? 701, 702, 821, 822, 937. ഇത്രയും പ്രൊഡക്റ്റാണ് നമ്മൾക്കുള്ളത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കോൺട്രിബ്യൂഷൻ പെർ കിലോഗ്രാമാണ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടണം. കോൺട്രിബ്യൂഷൻ എങ്ങനെ കിട്ടുക? സെയിൽസ് നിന്ന് എല്ലാ വേരിയബിൾ കോസ്റ്റും കുറക്കുമ്പോഴാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുക. സോ നമുക്ക് ആദ്യം സെല്ലിംഗ് പ്രൈസ് എടുക്കാം. എത്രയാണ് സെല്ലിംഗ് പ്രൈസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? ഇതാ സെല്ലിംഗ് പ്രൈസ് പറഞ്ഞത്. ഓരോ യൂണിറ്റിൻ്റെയും സെല്ലിംഗ് പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. 701 ആണെങ്കിൽ 26 റുപ്പീസ്, 702 ആണെങ്കിൽ 28 റുപ്പീസ്. അങ്ങനെ സെല്ലിംഗ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ആ സെല്ലിംഗ് പ്രൈസ് ഞാൻ അതേപോലെ ഇങ്ങോട്ട് കോപ്പി ചെയ്തു. സിമ്പിൾ. ഇനി സെയിൽസ് നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറക്കണം അല്ലേ. സോ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓരോന്നും നമുക്ക് കുറക്കാം. ആദ്യം നമ്മൾക്ക് റോ മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്യാം. റോ മെറ്റീരിയൽ 701-ന് 0.7 കിലോഗ്രാം ആണ് റിക്വയർമെൻ്റ് ഉള്ളത്. ഇൻറ്റു 1 കിലോ റോ മെറ്റീരിയലിന് എത്രയാണ് കോസ്റ്റ് വരുന്നത്? 8 റുപ്പീസ് അല്ലേടാ, 8 റുപ്പീസാണ്. 1 കിലോഗ്രാമിന് 8 റുപ്പീസ് കോസ്റ്റ് വരുന്നുണ്ട്. ഇൻറ്റു 0.7 കിലോഗ്രാം മാത്രമേ നമുക്ക് 701 എന്ന് പറയുന്ന യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമുള്ളൂ. സോ ഇൻറ്റു 8 റുപ്പീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 701 പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര റോ മെറ്റീരിയൽ കോസ്റ്റ് വരുമെന്ന് മനസ്സിലായി. ഇനി 702 ആണെങ്കിലോ ആകെ 1/2 കിലോ മതി. 0.5 കിലോഗ്രാമേ ആവശ്യമുള്ളൂ. ഇൻറ്റു 8 റുപ്പീസാണ് നമുക്ക് ഇൻകർ ആവുന്ന കോസ്റ്റ്. ദാറ്റ് മീൻസ് 4 റുപ്പീസ്. ഇനി 821-ന് 1.4 കിലോഗ്രാം വേണം. ഓരോ കിലോഗ്രാമിനും എത്ര മക്കളെ കോസ്റ്റ് വരുന്നത്? 8 റുപ്പീസ് അല്ലേ. സോ 8 റുപ്പീസ്. ഇനി 822-ന് 1.3 കിലോഗ്രാം ആണ് ആവശ്യമുള്ളത്. ഇൻറ്റു 1 കിലോഗ്രാമിന് 8 റുപ്പീസ്. അപ്പോൾ 1.3 ഇൻറ്റു 8 റുപ്പീസ് ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ റോ മെറ്റീരിയൽ കോസ്റ്റ് 4822 കിട്ടി. ഇനി അടുത്തത് 937, 1.5 കിലോഗ്രാം ആണ് റിക്വയർമെൻറ്റ്. ഇൻറ്റു 8 റുപ്പീസ്. ദാറ്റ് മീൻസ് 12 റുപ്പീസ് കോസ്റ്റ് വന്നു. ഇങ്ങനെയാണ് നമ്മൾ റോ മെറ്റീരിയൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് വേരിയബിൾ കോസ്റ്റിൽ ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെറ്റീരിയൽ. എത്ര കിലോഗ്രാം ആണോ നമ്മൾക്ക് ആവശ്യമുള്ളത് ഇൻറ്റു 1 കിലോഗ്രാമിൻ്റെ കോസ്റ്റ് എത്രയാണ്? 8 റുപ്പീസാണ് അല്ലേ. യെസ്. സോ നമ്മൾക്ക് കിലോഗ്രാം ഒന്നും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിക്കണേ. ജസ്റ്റ് എ മിനിറ്റ്. 0.7 കിലോഗ്രാം ആണ് ഫസ്റ്റ് 701 എന്ന് പറയുന്ന യൂണിറ്റിന് ആവശ്യമുള്ളത്. സോ 0.7 കിലോഗ്രാം ഇൻറ്റു 1 കിലോഗ്രാമിന് 8 റുപ്പീസ് അല്ലേ, അതായത് 5.6 വന്നു. ഇനി രണ്ടാമത്തെ ആളോ 0.5 കിലോഗ്രാം ആണ്. സോ 0.5 കിലോഗ്രാം ഇൻറ്റു 8 റുപ്പീസ്, അതായത് 4 റുപ്പീസ് കോസ്റ്റ് വന്നു. അങ്ങനെ കിലോഗ്രാം ഇൻറ്റു 8 റുപ്പീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? മെറ്റീരിയൽ കോസ്റ്റ് കിട്ടും. നെക്സ്റ്റ് ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റും സെയിം ആണ്. 1 മണിക്കൂറിൻ്റെ ലേബർ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 5 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ മണിക്കൂറിനും 5 റുപ്പീസാണ്. എത്ര മണിക്കൂറാണ് 701 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമുള്ളത്? 1 മണിക്കൂറാണ് ആവശ്യമുള്ളത്. സോ 1 മണിക്കൂർ ഇൻറ്റു 5 റുപ്പീസ്, 5 റുപ്പി. ഇനി അടുത്ത പ്രൊഡക്റ്റ് ആയിട്ടുള്ള 702 പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 0.8 അവേഴ്സാണ് ആവശ്യമുള്ളത്. ഇൻറ്റു 5 റുപ്പീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.8 ഇൻറ്റു 5 ഐ തിങ്ക് 4 റുപ്പി. അങ്ങനെ നമ്മൾക്ക് എന്ത് കിട്ടും? ലേബർ കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഞാനിവിടെ കൺസിഡർ ചെയ്തത്. ലേബർ കോസ്റ്റ് എത്രയാണോ നമ്മൾക്ക് അവേഴ്സ് ആവശ്യമുള്ളത് ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും, ഇൻറ്റു ഓരോ മണിക്കൂറിനും എത്രയാണോ നമുക്ക് ലേബർ കോസ്റ്റ് വരിക? 5 റുപ്പി. സോ അതോടുകൂടെ നമുക്ക് ലേബർ കോസ്റ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വേരിയബിൾ ഓവർഹെഡ്. വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? വേജസിൻ്റെ 40% ആണ് നമുക്ക് വേരിയബിൾ ഓവർഹെഡ്. വേജസ് 5 റുപ്പീസ് അല്ലേ മക്കളെ. അപ്പോൾ അതിൻ്റെ 40% എടുത്താൽ മതി. ലേബർ കോസ്റ്റിൻ്റെ 40%.
ഒന്നാമത്തെ കേസാണെങ്കിൽ 5 റുപ്പീസിൻ്റെ 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റുപ്പി. രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആണെങ്കിൽ 4 റുപ്പീസിൻ്റെ 40%, അതായത് 1.6 റുപ്പീസ്. മൂന്നാമത്തെ പ്രൊഡക്റ്റ് 7.5 റുപ്പീസിൻ്റെ 40%, അതായത് 3 റുപ്പീസ്. അങ്ങനെ നമ്മൾ എല്ലാം 40% എടുത്തു കഴിഞ്ഞാൽ വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡുമായി. ലാസ്റ്റ് വൺ വേരിയബിൾ സെല്ലിംഗ് ഓവർഹെഡ്. എന്താണ് വേരിയബിൾ സെല്ലിംഗ് ഓവർഹെഡ് പറഞ്ഞത്? വേരിയബിൾ സെല്ലിംഗ് ഓവർഹെഡ് ഇൻക്ലൂഡിംഗ് സെയിൽസ് കമ്മീഷൻ ആർ 15% ഓഫ് സെല്ലിംഗ് പ്രൈസ്. എന്താ പറഞ്ഞത്? 15% ഓഫ് സെല്ലിംഗ് പ്രൈസ് എന്നാണ് പറഞ്ഞത്. സോ വെരി സിമ്പിൾ, 26 റുപ്പീസ് അല്ലേ മക്കളെ നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അതിൻ്റെ 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.9 റുപ്പി. രണ്ടാമത് 28 റുപ്പീസാണ് സെല്ലിംഗ് പ്രൈസ്. അതിൻ്റെ 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.2 റുപ്പീസ്. മൂന്നാമത് 34 റുപ്പീസാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അതിൻ്റെ 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.1 റുപ്പി. നാലാമത് 38 റുപ്പീസാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അതിൻ്റെ 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.7 റുപ്പീസ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെല്ലിംഗ് ഓവർഹെഡും കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതോടുകൂടെ വേരിയബിൾ കോസ്റ്റ് മുഴുവനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സെയിൽസിൽ നിന്ന് എല്ലാ വേരിയബിൾ കോസ്റ്റും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. സെയിൽസിൽ നിന്ന് എല്ലാ വേരിയബിൾ കോസ്റ്റും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നിൻ്റെയും കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ചിട്ടുള്ളൂ? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിച്ചിട്ടുള്ളൂ. നമുക്ക് എന്താ കിട്ടേണ്ടത്? കോൺട്രിബ്യൂഷൻ പെർ കിലോഗ്രാം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ആദ്യം കിലോഗ്രാം കണ്ടുപിടിക്കുന്നു. എത്ര കിലോഗ്രാം ആണ് ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മൾക്ക് ആവശ്യമുള്ളത്? 701 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് എത്ര കിലോഗ്രാം ആവശ്യമുണ്ട്? 0.7 കിലോഗ്രാം ആണ് ആവശ്യമുള്ളത് അല്ലേ? അപ്പോൾ ഞാനിവിടെ 0.7 കിലോഗ്രാം കൊടുത്തു. ഇനി 702 ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര കിലോഗ്രാം ആവശ്യമുണ്ട്? 0.5 കിലോഗ്രാം ആവശ്യമുണ്ട്. സോ ഞാൻ 0.5 കിലോഗ്രാം. ഇനി അടുത്ത പ്രൊഡക്റ്റ് 821 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 104 കിലോഗ്രാം ആണ് ആവശ്യമുള്ളത്. 1.4 കിലോഗ്രാം ആണ് ആവശ്യമുള്ളത്. സോ ഞാൻ 1.4 കിലോഗ്രാം കൊടുത്തു. അടുത്തതിന് 1.3 കിലോഗ്രാം, അടുത്തതിന് 1.5 കിലോഗ്രാം. ഇനി ഞാൻ എന്താ കണ്ടുപിടിക്കേണ്ടത്? കോൺട്രിബ്യൂഷൻ പെർ കിലോഗ്രാം കണ്ടുപിടിക്കണം ഇല്ലേ? യെസ്. എടാ, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എനിക്ക് കിട്ടുന്നത് 9.5 റുപ്പീസാണ്. അത് എത്ര കിലോഗ്രാം റോ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോഴാണ്? 0.7 കിലോഗ്രാം റോ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം റോ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കോൺട്രിബ്യൂഷൻ കിട്ടും? 9.5 ഡിവൈഡഡ് ബൈ 0.7. ദാറ്റ് മീൻസ് 13.6 റുപ്പീസാണ് ഓരോ കിലോഗ്രാം റോ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോഴും 701 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് അല്ലേ? ഇനി അടുത്തത് 702 കേസാണെങ്കിൽ കോൺട്രിബ്യൂഷൻ ഒരു യൂണിറ്റ് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് 14.2 റുപ്പീസ് കോൺട്രിബ്യൂഷൻ കിട്ടും. അത് എത്ര കിലോഗ്രാമിന് റോ മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ടത്? 0.5. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം റോ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കോൺട്രിബ്യൂഷൻ കിട്ടും? 14.2 ഡിവൈഡഡ് ബൈ 0.5. ദാറ്റ് മീൻസ് 28.4 റുപ്പീസാണ് ഓരോ കിലോഗ്രാം റോ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോഴും എനിക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ. ഏതിൻ്റെ കേസിൽ? 702 പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. ഇനി 821 ആണെങ്കിൽ വെരി സിമ്പിൾ, 7.2 ഡിവൈഡഡ് ബൈ 1.4, അതായത് 5.14. അടുത്തത് 822 ആണെങ്കിൽ 14.2 ഡിവൈഡഡ് ബൈ 1.3, അതായത് 10.9. ലാസ്റ്റ് വൺ 937 ആണെങ്കിൽ 12.2 ഡിവൈഡഡ് ബൈ 1.5, ദാറ്റ് മീൻസ് 8.13. ഇപ്പോൾ എനിക്ക് എന്ത് കിട്ടി? കോൺട്രിബ്യൂഷൻ പെർ കിലോഗ്രാം കിട്ടി അല്ലേ? ഇനി റാങ്കിങ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോടാ? ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് 702 702 സംബന്ധിച്ചോളം 28.4 റുപ്പീസാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ കിലോഗ്രാം കിട്ടുന്നത്. സോ റാങ്ക് 1. അടുത്തത് 701 ആണ് 13.6 റുപ്പീസ് കോൺട്രിബ്യൂഷൻ പെർ കിലോഗ്രാം കിട്ടുന്നത്. സോ റാങ്ക് 2. അടുത്തത് 822 ആണ് 10.9 റുപ്പീസ് നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ അവർ കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് റാങ്ക് 3. അടുത്തത് 937, പിന്നെ ലാസ്റ്റ് 821. ഇത്രയാണ് നമ്മുടെ റാങ്കിങ് ഉള്ളത് അല്ലേ? യെസ്. റാങ്കിങ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യാനുള്ളത് നമ്മുടെ അലോക്കേഷൻ ആണ് അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അലോക്കേഷൻ ആണ് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്. ടോട്ടൽ നമ്മുടെ കയ്യിൽ എത്ര അവൈലബിൾ ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര അവൈലബിൾ റോ മെറ്റീരിയൽ ഉണ്ട്? 17,000 കിലോഗ്രാം ആണ് നമ്മുടെ കയ്യിൽ ടോട്ടൽ അവൈലബിൾ ആയിരിക്കുന്ന റോ മെറ്റീരിയൽ അല്ലേ? അതിൽ ആർക്കാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത്? റാങ്ക് 1-നല്ലേ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് അല്ലടാ? അപ്പോൾ 702 എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് നമ്മൾ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 702 പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ എത്ര കിലോഗ്രാം റോ മെറ്റീരിയൽ കൊടുക്കണം? എത്രയാണ് റിക്വയർമെൻറ്റ്? അത് മുഴുവനായിട്ട് ഞാൻ ഫസ്റ്റ് അവർക്ക് അലോക്കേറ്റ് ചെയ്യുന്നു. സോ അലോക്കേറ്റ് ടു റാങ്ക് 1, അതായത് 702 എന്ന് പറയുന്ന റോ മെറ്റീരിയൽ. അവർക്ക് എത്ര യൂണിറ്റ് ആണ് അവരുടെ ഡിമാൻഡ്?
702 സംബന്ധിച്ചോളം ഓക്കെ 7200 യൂണിറ്റാണ് അവരുടെ മാക്സിമം ഡിമാൻഡ്. ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും 0.5 കിലോഗ്രാമാണ് റോ മെറ്റീരിയൽ ആവശ്യമുള്ളത്. അപ്പോൾ 7200 ഇൻറ്റു 0.5 ചെയ്യുമ്പോൾ അവർക്ക് എത്ര കിലോഗ്രാമാണ് റോ മെറ്റീരിയൽ ആവശ്യമുള്ളത് മനസ്സിലായി അല്ലേ? 7200 യൂണിറ്റ് ഇൻറ്റു 0.5 ദാറ്റ് മീൻസ് 3600 കിലോഗ്രാമാണ് റാങ്ക് 1-ന് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ട റോ മെറ്റീരിയൽ അല്ലേ? അപ്പോൾ 17000 കിലോഗ്രാമിൽ നിന്ന് 3600 കിലോഗ്രാം കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് 13400 കിലോഗ്രാം ആണ് ഇനി ബാലൻസ് ഉള്ളത്. അതിന് റാങ്ക് 2-നല്ലേ കൊടുക്കേണ്ടത്? റാങ്ക് 2 ആരാണ്? റാങ്ക് 2 701 ആണ്. റാങ്ക് 2 701-ന് എത്ര യൂണിറ്റ് ആണ് മാക്സിമം ഡിമാൻഡ്? 8000 യൂണിറ്റ് ആണ് മാക്സിമം ഡിമാൻഡ്. ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും 0.7 കിലോഗ്രാം ആണ് റോ മെറ്റീരിയൽ ആവശ്യമുള്ളത്. സോ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അലോക്കേറ്റ് ടു റാങ്ക് 2 8000 യൂണിറ്റ് ഇൻറ്റു 0.7 കിലോഗ്രാം ദാറ്റ് മീൻസ് 5600 കിലോഗ്രാം ആണ് റാങ്ക് 2-ന് ആവശ്യമുള്ളത് അല്ലേ? അപ്പോൾ നോക്കിയേ 17000 കിലോഗ്രാം എന്ന് 3600 കുറഞ്ഞു, 5600 കുറഞ്ഞു. ഇനി ബാലൻസ് 7800 കിലോഗ്രാം ആണ് ബാലൻസ് ഉള്ളത്. യെസ്, അതുകൊണ്ട് ഇനി റാങ്ക് 3-ലേക്ക് കൊടുക്കാമല്ലോ. റാങ്ക് 3 ആരാണ്? 822 എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് റാങ്ക് 3. ഓക്കെ, നമുക്ക് നോക്കാം. 822 12000 യൂണിറ്റ് ആണ് അവരുടെ മാക്സിമം ഡിമാൻഡ് അല്ലേ? എത്രയാണ് ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും ആവശ്യമുള്ളത്? 1.3 ആണ്. അപ്പോൾ 12000 ഇൻറ്റു 1.3 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? എത്രയാണോ അവർക്ക് ആവശ്യമുള്ളത് കിട്ടും. അത് ദാറ്റ് മീൻ ഐ തിങ്ക് 15000 കിലോഗ്രാം എങ്ങോട്ട് ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ എത്ര ബാലൻസ് ഉള്ളൂ മക്കളെ? 7800 കിലോഗ്രാം മാത്രമേ ബാലൻസ് ഉള്ളൂ. സോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ 7800 കിലോഗ്രാം വെച്ചിട്ട് അവർക്ക് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അത് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക അല്ലേ? സോ അലോക്കേറ്റ് ടു റാങ്ക് 3 822 എത്ര യൂണിറ്റ്സ് ആണ് കിട്ടുക നോക്കാം. 7800 കിലോഗ്രാം ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും എത്രയാണ് ആവശ്യമുള്ള റോ മെറ്റീരിയൽ? 1.3 കിലോഗ്രാം ആണ്. സോ 7800 കിലോഗ്രാം ഡിവൈഡഡ് ബൈ 1.3 ദാറ്റ് മീൻസ് 600 യൂണിറ്റ് ആണ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ റാങ്ക് 3 അല്ലേ? യെസ്, അതോടുകൂടി എനിക്ക് പ്രൊഡക്റ്റ് മിക്സ് കിട്ടിയല്ലോ. എങ്ങനെയൊക്കെയാണ് പ്രൊഡക്റ്റ് മിക്സ്? റാങ്ക് 1 ആയിട്ടുള്ള 702 7200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റാങ്ക് 2 ആയിട്ടുള്ള 701 8000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റാങ്ക് 3 ആയിട്ടുള്ള 822 600 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാലൻസ് ഉള്ള 5 നമ്മൾ 3 മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കി 2 നമ്മൾ ഇഗ്നോർ ചെയ്യും. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ് മിക്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? സോ ഗിവ് വിത്ത് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? 701 702 822 ഇതാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസിൽ നിന്ന് എല്ലാ കോസ്റ്റും റെഡ്യൂസ് ചെയ്യണം. അപ്പോഴാണ് പ്രോഫിറ്റബിലിറ്റി കിട്ടുക. എത്രയാണ് യൂണിറ്റ്സ്? 701 എത്ര യൂണിറ്റ് ആണ് മാക്സിമം ഡിമാൻഡ്? 8000 യൂണിറ്റ് അല്ലേ? 702 7200 യൂണിറ്റും. സോ 8000 യൂണിറ്റും 7200. 822 നമ്മൾക്കറിയാം ഡിമാൻഡ് 12000 യൂണിറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾക്ക് എത്ര യൂണിറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? 6000 യൂണിറ്റാണ് നമ്മൾക്ക് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ 6000 യൂണിറ്റും അതേപോലെ എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ യൂണിറ്റ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഒക്കെ ചെയ്യാം. പക്ഷേ ഓൾറെഡി നമ്മൾക്ക് ഒരു യൂണിറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ വീണ്ടും സെല്ലിംഗ് പ്രൈസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഈസി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 701 സംബന്ധിച്ചോളം കോൺട്രിബ്യൂഷൻ 9.5 ആണ്. 702 സംബന്ധിച്ചോളം കോൺട്രിബ്യൂഷൻ 14.2 ആണ്. 822 സംബന്ധിച്ചോളം കോൺട്രിബ്യൂഷൻ 14.2 ആണ്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു? നേരെ ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നു. 9.5 14.2 14.2. ഇനി ടോട്ടൽ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. 8000 യൂണിറ്റ് ഇൻറ്റു ഒരു യൂണിറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ 7.5 ആണ്. ദാറ്റ് മീൻസ് 76,000 റുപ്പീസ്. രണ്ടാമത് 7200 ഇൻറ്റു 14.2 ദാറ്റ് മീൻസ് 1,02,240. അടുത്തത് 6000 ഇൻറ്റു 14.2 ദാറ്റ് മീൻസ് 85,200 അല്ലേ? സോ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിയിലെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,63,440 റുപ്പീസ്. എഗ്രി ഓർ നോട്ട്? എഗ്രി. ഇനി നമുക്ക് കോൺട്രിബ്യൂഷൻ അല്ലേ കിട്ടിയിട്ടുള്ളൂ. കോൺട്രിബ്യൂഷനിൽ ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കണ്ടേ? ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കണം. ഏതൊക്കെ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്? ആദ്യം നമ്മൾക്ക് ബജറ്റഡ് ഫിക്സഡ് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആർ 3 lakh rupees പെർ ആനം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 3 lakh rupees ആണ് ഒരു വർഷത്തേക്ക് വരുന്ന കോസ്റ്റ്. ഞാൻ പറഞ്ഞു നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 3 മാസത്തെ കാൽക്കുലേഷൻ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഈ 3 lakh rupeesനെ 3 മാസത്തേക്ക് കൺവേർട്ട് ചെയ്യണം. സോ വെരി സിമ്പിൾ.
ഫിക്സഡ് സെല്ലിംഗ് കോസ്റ്റ് ഇക്വൽ ടു 3 lakh rupees എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കാണ്. ഇൻറ്റു 3/12 ചെയ്യുമ്പോൾ നമുക്ക് 3 മാസത്തെ ഫിക്സഡ് കോസ്റ്റ് കിട്ടി. അത് എത്രയാണ്? 75,000 rupees. എഗ്രി? യെസ്. ഇനി ഒരു ഫിക്സഡ് കോസ്റ്റും ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് എന്താ പറഞ്ഞത് നോക്കിയേ, നമ്മൾ 40% ദ വേരിയബിൾ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ബീയിങ് 40%, അത് നമ്മൾ വേരിയബിൾ കോസ്റ്റിൽ എടുത്തിട്ടുണ്ട്. ആൻഡ് ദ ഫിക്സഡ് ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ബീയിങ് 60%. ഒരു മണിക്കൂറിൻ്റെ ലേബർ കോസ്റ്റ് 5 rupees ആണ്. ഈ 5 rupeesൻ്റെ 40% ആണ് വേരിയബിൾ കോസ്റ്റ്. ഈ 5 rupeesൻ്റെ 60% എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ആണ്. അത് അബ്സോർപ്ഷൻ ബേസിംഗ് ആണെന്ന് ക്വസ്റ്റ്യനിൽ സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫിക്സഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. വർക്കിംഗ് നോട്ട് ഫോർ ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ്. ഏതൊക്കെ യൂണിറ്റ്സ് ആണ് മക്കളെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 701 702 822. ഈ 3 പ്രൊഡക്റ്റുകളെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എത്ര യൂണിറ്റ് വീതമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 8,000 7,200 6,000. ഇത്ര യൂണിറ്റ് വീതമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുക? ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ലേബർ കോസ്റ്റിൻ്റെ 60% ആണ് നമുക്ക് ഇൻകർ ആവുന്ന ഫിക്സഡ് ഓവർഹെഡ് അല്ലേ? യെസ്. അപ്പോൾ ലേബർ കോസ്റ്റ് 5 rupees ആണ്. ലേബർ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഇതാ ലേബർ കോസ്റ്റ് 701 സംബന്ധിച്ചോളം 5 rupees ആണ്. 702 ആണെങ്കിൽ 4 rupees ആണ്. 822 ആണെങ്കിൽ 5.5 rupees ആണ്. ഈ പറയുന്ന എമൗണ്ടിൻ്റെ 60% ആണ് നമ്മൾ ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഒന്നാമത്തെ കേസിൽ യെസ് 5 rupees ഇൻറ്റു 60%, അതായത് 3 rupees. രണ്ടാമത്തെ കേസിൽ 702ൻ്റെ കേസിൽ എത്രയാണ് എമൗണ്ട് ഇടാം? 702ൻ്റെ കേസിൽ ലേബർ കോസ്റ്റ് 4 rupees ആണ് കേട്ടോ. 5 rupees അല്ല, 4 rupees ആണ്. ചെറുതായിട്ടൊന്ന് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. 4 rupees. 4 rupeesൻ്റെ 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.4 rupees. മൂന്നാമത് 822ന് 5.5 rupees ആണ് ലേബർ കോസ്റ്റ്. അതിൻ്റെ 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.3 rupees. ഇപ്പോൾ നമ്മൾക്ക് ഒരു യൂണിറ്റിൻ്റെ ഫിക്സഡ് കോസ്റ്റ് അല്ലേ കിട്ടിയത്? എങ്ങനെയാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? 8,000 യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻറ്റു 3 rupees, ദാറ്റ് മീൻസ് 24,000 rupees. ഇനി 702 ആണെങ്കിലോ 7,200 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻറ്റു 2.4 rupees, ദാറ്റ് മീൻസ് 17,280. അടുത്തത് 822 ആണ്. 6,000 ഇൻറ്റു 3.4, ദാറ്റ് മീൻസ് 19,800 rupees. അഗ്രി? അപ്പോൾ ടോട്ടൽ മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കമ്പനിക്ക് ഇൻകർ ആവുന്ന ടോട്ടൽ ഫിക്സഡ് ഓവർഹെഡ് 61,080 രൂപയാണ് നമ്മൾക്ക് ഫിക്സഡ് ഓവർഹെഡ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഫിക്സഡ് സെല്ലിംഗ് ഓവർഹെഡ് കണ്ടുപിടിച്ചു. രണ്ടാമത് നമ്മൾ ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് കണ്ടുപിടിച്ചു. നമ്മുടെ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഈ പറയുന്ന 2 ഫിക്സഡ് കോസ്റ്റും കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് നമുക്ക് പ്രോഫിറ്റ് എത്ര കിട്ടിയിട്ടുണ്ട്? 1,27,360 rupees ആണ് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ്. ഓക്കെ ആണോ? യെസ്. സോ അവർ ആൻസർ ഈസ് കംപ്ലീറ്റഡ്. കോപ്പി ചെയ്തേ ഫസ്റ്റ് ഏരിയ. സെക്കൻഡ്, തേർഡ്, ലാസ്റ്റ്. ദെൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് ബേസ്ഡ് ഓൺ പ്രൊഡക്ഷൻ എടുക്കുന്നത്? സാർ ഫിക്സഡ് കോസ്റ്റ് എല്ലാ സമയത്തും സെയിം അല്ലേ? ഇവിടെ നിങ്ങൾ യൂണിറ്റ് ബേസിലല്ലേ ഫിക്സഡ് കോസ്റ്റ് എടുത്തത്? ദ റീസൺ ഇസ് ക്വസ്റ്റ്യനിൽ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ബീയിങ് 60% എന്ന് പറഞ്ഞത്. അപ്പോൾ അത് അവിടെ നമ്മൾ അബ്സോർപ്ഷൻ ബേസിലാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അബ്സോർപ്ഷൻ ബേസിൽ ഫിക്സഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ അനുസരിച്ചാണ് അവിടെ ഫിക്സഡ് കോസ്റ്റ് ഇൻകർ ആവുക. അപ്പോൾ ഇവിടെ എനിക്ക് ഇത്രയും യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും 3 rupees, 2.4 rupees, 3.3 rupees ആണ് ഫിക്സഡ് കോസ്റ്റ് വരുന്നത്. സോ അതുകൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കിട്ടും. ഓക്കെ അല്ലേ? യെസ്. Then go with the next question, question number 2. Question number 2. SU Limited produces 3 products, namely A, B, and C. The budgeted production cost and selling price for the next year are as under. Direct material, product A ക്ക് 24 rupees, B ക്ക് 16 rupees, C ക്ക് 12 rupees. That means മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് കേട്ടോ പറഞ്ഞത്. പ്രൊഡക്റ്റ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എക്ക് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 24 rupees ആണ് മെറ്റീരിയൽ കോസ്റ്റ്. ബിക്ക് 16 rupees ആണ്. സിക്ക് 12 rupees ആണ്. ഡയറക്റ്റ് വേജസ് റേറ്റ് പെർ അവർ
വേജസിൻ്റെ സ്പെഷ്യാലിറ്റി ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് എ ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ബി ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് 1ഉം ഡിപ്പാർട്ട്മെൻറ്റ് 2ഉം. ഡിപ്പാർട്ട്മെൻറ്റ് 1ന് ഹവർലി റേറ്റ് 4 റുപ്പീസ്, വേജ് റേറ്റ് 4 റുപ്പീസ് പെർ യൂണിറ്റ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് 2ന് 2 റുപ്പീസ് പെർ യൂണിറ്റ് ആണ് കോസ്റ്റ് വരുന്നത്. യെസ്, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് എത്രയാണ്?